നേരെ സൂചിപ്പിച്ചൊരു വാർത്തയുണ്ടായിരുന്നു, അപകട വാർത്ത. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. തൃശൂർ ചൊവ്വൂരിൽ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് ഇടിച്ചു കയറിയ സംഭവത്തിൽ ബസ് ഡ്രൈവർ റിമാൻഡിലായിരിക്കുന്നു. ബസ് ഡ്രൈവർ നാസറിനെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. നാസർ ഇതിന് മുൻപും അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ നടന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർ കാണാം. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഇന്നലെ ഇതേ സമയത്താണ് ഈ വാർത്ത നമ്മൾ നൽകിയത്. വലിയ നമുക്ക് അമ്പരപ്പുണ്ടാക്കിയ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. അതിൽ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. അതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നൊക്കെ വാർത്തകൾ ഇന്നലെ വന്നിരുന്നു. ഇതിലിപ്പോൾ ഡ്രൈവറുടെ ഭാഗത്ത് അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് അയാളുടെ പിഴവാണെന്ന് മനസ്സിലാവുന്നു. റിമാൻഡിലായിട്ടുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണല്ലേ ഈ ഡ്രൈവർ? പ്രജിൻ, തീർത്തും ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ പുറത്തു വന്നത്. ഈ ചൊവ്വൂരിൽ ഇന്നലെ ബസ് കാത്തു നിന്ന ബസ് യാത്രികർക്കെതിരെ നേരെയാണ് ഈ ബസ് പാഞ്ഞു കയറിയത്. അത് ബസ് സ്റ്റോപ്പിൽ ഈ ബസ് വരുന്നത് കണ്ടവർ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് അല്പം പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയത്താണ് അമിത വേഗത്തിലെത്തിയ ബസ് ഇവർക്കിടയിലേക്ക് പാഞ്ഞു കയറിയത്. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിൽ ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ബസ് ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിരിക്കുന്നത്. ഇന്നലെ ഈ അപകടത്തിന് പിന്നാലെ ബസ് ഡ്രൈവറും കണ്ടക്ടറും ഈ ബസ്സിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ ഈ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയത്. പിന്നീട് ഈ ബസ് ഡ്രൈവറെ പോലീസ് തന്നെ ഈ സമീപത്ത് നിന്ന് പിടികൂടുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ബസ് ഡ്രൈവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. അതിൽ പോലീസ് പറയുന്ന ഇപ്രകാരമാണ്. അതായത് 2010-ലും 2019-ലും ഈ ബസ് ഡ്രൈവർ ഈ അപകടം ഉണ്ടാക്കിയിരുന്നു. 2019-ൽ നാസർ ഓടിച്ച ബസ് ഇടിച്ചൊരാൾ മരിക്കുകയും ചെയ്തിരുന്നു. പലപ്പോഴും ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയൊക്കെ ചുമത്തി ഇവർക്കെതിരെ നടപടി സ്വീകരിച്ച് വിടുന്നതാണ് അതിൻ്റെ ഒരു രീതി. പക്ഷേ ഇന്നലെയും ഈ അമിത വേഗത്തിൽ ബസ് ഓടിച്ചതാണ് ഈ 3 പേർക്ക് പരിക്കേൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത്. തലനാരിഴയ്ക്ക് അവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അമിത വേഗത ഇന്നലത്തെ അപകടത്തിന് കാരണമാക്കി ബോധപൂർവം അമിത വേഗത്തിൽ ബസ് ഓടിച്ചു എന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു കടുത്ത നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. പ്രജിത്ത്, യെസ്, എന്തായാലും ആ നടപടി അതിനെ സ്വാഗതം ചെയ്തു നമ്മുടെ പ്രേക്ഷകരും. ആ രീതിയിൽ ആ ഡ്രൈവർക്കെതിരെ ഉചിതമായ സമയത്ത് തന്നെ നടപടി ഉണ്ടാവുന്നു. അതിൽ നടപടിയെടുത്ത പോലീസിന് അഭിനന്ദനങ്ങളൊക്കെയുള്ള കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട് പ്രേക്ഷകർ.